ഹായ്, അതെല്ലാവർക്കും ഞങ്ങൾ തിരുവനന്തപുരം വരെ പോവാണ്. ബൈക്കിലാണ് റൈഡ്, അനിയൻ്റെ ബൈക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നമ്മുടെ ഏനാത്ത് എത്തിയപ്പോഴത്തേക്ക് നമ്മൾ വീഡിയോസിലൊക്കെ ഉണ്ടല്ലേ പുഴുക്കും ചുക്ക് കാപ്പിയും കിട്ടുന്ന ഒരു കടയുണ്ട്. ഏനാത്ത് പാലത്തിനടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് നോക്കാം, കാണിച്ചു തരാൻ പറ്റുമെന്ന്. ഇപ്പോൾ ഈ സമയമായിട്ട് ഉണ്ടാവുമെന്ന് അറിയില്ല. ഞങ്ങളിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്, ഉണ്ടല്ലോ അവിടെയാണ് നിൽക്കുന്നത്. ഏനാത്ത് പാലത്തിന് ഈ വലത് വശത്താണ് കാണുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, പിടിച്ചു കട്ട് ചെയ്യണ്ട. ചേച്ചി അല്ല കഴിക്കാൻ രണ്ടോ എന്തൊക്കെ ഇതെല്ലാം ഒരു പ്ലേറ്റിലുള്ളതാണ്. അടി ഇത് മേടിച്ച് എന്താ കുടിക്കാൻ എന്താ? 2 ഫ്രഷ് ലൈം ഇതാ. അപ്പം അവിടെ വട്ടയിലയിലാണ് നമുക്ക് ഇതൊക്കെ തരണത്. കപ്പയുണ്ട്, കാച്ചിലുണ്ട്, ചേമ്പുണ്ട്, ചേനയുണ്ട്, ഏത്തക്കയുണ്ട്. അപ്പോൾ വേണ്ടേ ഉണ്ട്, മധുരക്കിഴങ്ങുണ്ട്, മുളയമ്മന്തി ഉണ്ട്. ഇത് ഏനാത്ത് പാലത്തിനടുത്താണ്. ഏനാത്ത് പാലം ഇതാണ് കേട്ടോ, ധരണി ഫാംസ്. ഉപ്പ് കമ്മിയാണല്ലേ ചേച്ചി? ഒരു ഇച്ചിരി ഉപ്പ് തരാമോ? ഉപ്പ് എനിക്കൊന്ന് ഏത്തക്ക പൊഴിഞ്ഞത്. അപ്പം ഇതിലേതാണ് സതുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ചേമ്പുണ്ട്, ചേനയുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചപ്പോൾ എല്ലാം അടിപൊളിയാണ്. എന്നാലും മധുരക്കിഴങ്ങ് നമ്മൾ കഴിക്കാറുണ്ട്. മധുരക്കിഴങ്ങ് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ച് പിന്നീ കഴിക്കാറുണ്ട്. പിന്നെ ചേന ഇങ്ങനെ കഴിക്കാറില്ല. കപ്പ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ കയറി ഫുഡ് കഴിക്കണം കേട്ടാ.
സീസൺ അനുസരിച്ച് വില കുറഞ്ഞ സാധനങ്ങൾ കൂടുതൽ കിട്ടും. അപ്പോൾ ശരി, ധരണി ഫാംസ്. ഓക്കെ, എല്ലാവരും പറഞ്ഞ കേട്ടോ. അത് സോഡ ലൈം പറഞ്ഞായിരുന്നു, അല്ല ഫ്രഷ് ലൈം. ഇവിടെ ഫ്രഷ് ലൈമാണ്. ഓക്കെ, സോഡ ലൈമാണ്. നിർത്തി കുടിക്കൂ, എന്നാലേ ശ്വാസം കിട്ടൂ. ഉണ്ട് ഓക്കെ. അപ്പോൾ ഞങ്ങൾ ധരണി ഫാംസിൽ നിന്ന് ഫുഡും കഴിച്ച് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് യാത്ര തുടരുവാണ്. കൊട്ടാരക്കര റോഡിലോട്ടാണ് പോകുന്നത്. നല്ല നാടൻ പച്ചക്കറി കിട്ടുന്ന കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനോട് ചേർന്ന്. എത്ര രൂപയടി ഒരെണ്ണത്തിന്? ഒരു പ്ലേറ്റിന് 50 രൂപയാണെന്ന് തോന്നല്ലോ. അല്ല, 165 അല്ല, ഒരു പ്ലേറ്റിന് 50 രൂപയാണ് ഉള്ളായിരുന്ന ഫുഡ്. ഇത് ഞങ്ങളിവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇതാണ് സ്ഥാപനങ്ങളുടെ ചേച്ചിമാരാണ് നടത്തുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. പോണ വഴിക്ക് ചടയമംഗലം ജടായുപ്പാറയും കണ്ടു. റോഡിൽ നിന്ന് കണ്ടോളൂ കേട്ടോ, മുകളിലോട്ട് കയറാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ സദുവിന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി സൈഡിലേക്ക് ഒതുക്കി ജടായുപ്പാറയെ സൂം ചെയ്ത് വീഡിയോ എടുത്തു. അതിനുശേഷം വീണ്ടും യാത്ര തുടർന്നു. അത് കണ്ടതോടുകൂടി ഒരു പ്രതിജ്ഞ എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചു. അടുത്ത ദിവസം തന്നെ ജടായുപ്പാറയിൽ പോയി വിവരമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വാക്ക് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു തിരുവനന്തപുരത്തേക്ക്.